ഈ വാർത്താ ദിനത്തിലെ സമഗ്രമായ വാർത്തകളുമായി ഈവനിംഗ് മലയാളം തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ. കണ്ണീർക്കടലായി കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളം. ഉറ്റവരുടെ ചേതനയേറ്റ ശരീരം ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഏറ്റുവാങ്ങി ബന്ധുമിത്രാദികൾ. അന്തിമോപചാരം അർപ്പിച്ചു കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിസഭയും ജനപ്രതിനിധികളും. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് നാടിന്റെ കണ്ണീർ പൂക്കൾ. 23 മലയാളികളുടെയും മൃതദേഹം കേരളം ഏറ്റുവാങ്ങി. 6 പേരുടെ സംസ്കാരം പൂർത്തിയായി. കുവൈറ്റിലെ അപകടത്തിൽ ആലപ്പുഴയിൽ മരിച്ചത് ഒരു കുടുംബത്തിലെ 2 പേർ. പാണ്ടനാട് സ്വദേശി മാത്യു തോമസും സഹോദരി പുത്രൻ തോമസ് വി ഉമ്മനുമാണ് മരിച്ചത്. തോമസിന്റെ സംസ്കാരം ഞായറാഴ്ച നടക്കും. മാത്യുവിന്റെ കബറടക്കം തിങ്കളാഴ്ച. കുവൈറ്റ് ദുരന്തത്തിൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് NBTC ഫ്ളാറ്റ് ഉടമയുടെ മക്കൾ. കെട്ടിടത്തിൽ എല്ലാ വർഷവും സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. We have to believe that he will take us through this troubled times. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ നൽകും. കുടുംബങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്ന് സിബി എബ്രഹാമും ബെൻസൺ എബ്രഹാമും ന്യൂസ് മലയാളത്തോട്. വീണ ജോർജിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തതിനെതിരെ മുഖ്യമന്ത്രി. കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള ശ്രമത്തെയാണ് കേന്ദ്രം നിഷേധിച്ചത്. കുവൈറ്റ് നല്ല രീതിയിൽ പ്രതികരിച്ചു. കുവൈറ്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പിന്തുണച്ച് VD സതീശൻ. വീണ ജോർജിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്ത കേന്ദ്ര നടപടി ദൗർഭാഗ്യകരം. കേന്ദ്ര സർക്കാർ തെറ്റായ സന്ദേശം നൽകുന്നുവെന്നും VD സതീശൻ. ഒറ്റ ദിവസത്തേക്ക് മന്ത്രി കുവൈറ്റിൽ പോയിട്ട് എന്തു കാര്യമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അനാവശ്യ വിവാദമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാന മന്ത്രിമാർ പോയി എന്തെങ്കിലും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന് K സുരേന്ദ്രൻ. വിദേശകാര്യ മന്ത്രാലയം കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കിയെന്നും സുരേന്ദ്രൻ. തിരുവനന്തപുരം തോട്ടുമുക്കിൽ 7 മാസം പ്രായമായ പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. ആന്ധ്ര സ്വദേശികളായ 2 പേർ പിടിയിൽ. സിറ്റൌട്ടിന് സമീപം കളിച്ചിരുന്ന കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് മുട്ടിലിഴഞ്ഞെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി കൂടിക്കാഴ്ച G7 ഉച്ചകോടിക്കിടെ. ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷം സമാധാനപരമായി പരിഹരിക്കാൻ പിന്തുണയെന്ന് മോദി. നരേന്ദ്രമോദിക്കെതിരെ പരോക്ഷ വിമർശനവുമായി മുതിർന്ന RSS നേതാവ് ഇന്ദ്രേഷ് കുമാർ. ശ്രീരാമനേക്കാൾ വലുതെന്ന് വിചാരിച്ചവരെ അദ്ദേഹം കുറഞ്ഞ സീറ്റിൽ ഒതുക്കി. അഹങ്കാരമാണ് BJPയെ 240 സീറ്റിൽ ഒതുക്കിയതെന്നും വിമർശനം. രാഹുൽ ഗാന്ധി ഒഴിയുന്ന ലോക്സഭാ സീറ്റിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും. വയനാടോ റായ്ബറേലിയോ എന്നതിൽ തീരുമാനം നാളെ. രാഹുൽ വയനാട് നിലനിർത്തണമെന്ന് പ്രവർത്തകർ. പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് മല്ലികാർജുൻ ഖാർഗെ. രാജ്യത്തെ നല്ല രീതിയിൽ തുടരാൻ അനുവദിക്കാത്തയാളാണ് മോദി. പുതിയ സർക്കാർ അബദ്ധത്തിൽ രൂപീകരിച്ചതെന്നും പരിഹാസം. ന്യൂനപക്ഷ സർക്കാരാണ് ഇതെന്നും എപ്പോൾ വേണമെങ്കിലും തകരാമെന്നും ഖാർഗെ. നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാർത്ഥികളുടെ ഭാവി പ്രധാനം. അത് അവതാളത്തിലാകില്ലെന്നും മന്ത്രിയുടെ ഉറപ്പ്.
വീണ്ടും പരീക്ഷ നടത്തണമെന്നും CBI അന്വേഷിക്കണമെന്നും വിദ്യാർത്ഥികൾ. രാജസ്ഥാനിലെ കോട്ടയിൽ NSU പ്രതിഷേധത്തിൽ സംഘർഷം. ലോക കേരള സഭയ്ക്ക് തുടക്കമായി. ആഘോഷങ്ങളില്ലാതെ സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അഭിമാനകരമായ കൂടിച്ചേരലെന്നും പിണറായി വിജയൻ. ഫ്രിഡ്ജ് വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേറ്റ് മത്സ്യത്തൊഴിലാളി മരിച്ചു. കോഴിക്കോട് സൗത്ത് ചാപ്പയിൽ സ്വദേശി അൻവർ സാദത്തിന് ദാരുണാന്ത്യം. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് കൂടുതൽ സഹായ വാഗ്ദാനം. 2 ലക്ഷം രൂപ വീതം നൽകുമെന്ന് അമേരിക്കൻ പ്രവാസി സംഘടനയായ ഫൊക്കാന. ലോക കേരള സഭയിലായിരുന്നു സഹായ പ്രഖ്യാപനം. ഗുജറാത്തിലെ അമ്രേലിയിൽ പിഞ്ചുകുഞ്ഞ് കുഴൽക്കിണറിൽ വീണു. 1.5 വയസ്സുകാരി വീണത് 50 അടി താഴ്ചയിൽ. രക്ഷാപ്രവർത്തനം ഊർജിതം. പ്രാർത്ഥനയോടെ ഉറ്റവർ.